എല്ലാവർക്കും സിമ്പിൾ മാത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 50-ലെ 3 ക്വസ്റ്റ്യൻസ് ആണ്. ക്വസ്റ്റ്യൻസിലേക്ക് കടക്കുന്നതിന് മുന്നേ ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഒരു സീക്വൻസിൻ്റെ nth ടേമിനെയാണ്. ഫോർ എക്സാമ്പിൾ 1, 2, 3, 4 എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിലെ ഫസ്റ്റ് ടേം 1, സെക്കൻഡ് ടേം 2, അങ്ങനെയാണെങ്കിൽ nth ടേം n ആണ്. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് n ആണ്. മറ്റൊരു എക്സാമ്പിൾ നോക്കൂ. 2, 4, 6, 8 എക്സെട്ര. ഈവൻ നമ്പേഴ്സിൻ്റെ അരിത്തമെറ്റിക് സീക്വൻസ് ആണ്. ഇതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ nth ടേം കാണാനുള്ള ഫോർമുല എന്താ? xn = f + n - 1 × d. f ഫസ്റ്റ് ടേം 2, d കോമൺ ഡിഫറൻസ് 2. xn = 2 + n - 1 × 2, that is 2 + n × 2, 2n - 1 × 2, 2. That is equal to 2 + 2n - 2. 2 - 2, 0. That is xn = 2n. ഈവൻ നമ്പേഴ്സിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2n ആണ്. ജനറലായിട്ട് nth ടേമിനെ, അതായത് xn = f + n - 1 × d എന്ന് പറയുന്ന ഇക്വേഷനെ എങ്ങനെ കൊടുത്തു? an + b എന്ന് കൊടുത്തു. സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ an + b എന്ന് കൊടുത്തു. ഇവിടെ a എന്ന് പറയുന്നത് സീക്വൻസിൻ്റെ കോമൺ ഡിഫറൻസ് ആണ്. b എന്ന് പറയുന്നത് സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേമിൽ നിന്നും കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്യുമ്പോൾ കിട്ടുന്ന നമ്പറാണ്. അങ്ങനെയാണെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ പറയാം? ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് xn = dn + f - d ആണ്. an + bക്ക് പകരം എൻ്റെയും ബിൻ്റെയും വാല്യൂ കൊടുക്കുമ്പോൾ xn = dn + f - d ആണ്. ഇനി പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ആൾജിബ്രൈക് എക്സ്പ്രഷന് dn + f - d എന്ന് കൊടുക്കുകയാണെങ്കിൽ സിമ്പിളായിട്ട് ആ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്താം. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻ ഫോർ ഈച്ച് ഓഫ് ദ സീക്വൻസസ് ബിലോ. താഴെ തന്നിട്ടുള്ള സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാനാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് ഓഡ് നമ്പേഴ്സ്. ഓഡ് നമ്പേഴ്സിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതണം. ഏതാണ് ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ്? 1, 3, 5 എക്സെട്ര. വേർ ഫസ്റ്റ് ടേം 1, കോമൺ ഡിഫറൻസ് 2. ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് xn = an + b, that is dn + f - d. ഡിൻ്റെയും എഫിൻ്റെയും വാല്യൂസ് കൊടുക്കുക. ദാറ്റ് ഈസ് xn = 2 × n + 1 - 2. ഓക്കെ, xn = 2n - 1. അപ്പോൾ ഓഡ് നമ്പേഴ്സിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 2n - 1 ആണ്. ഇതിനെ നമ്മൾ ജനറൽ ഫോമിലേക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, അതായത് an + bയിലേക്ക് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ a എന്ന് പറയുന്നത് 2 ആണ്, b എന്ന് പറയുന്നത് -1 ആണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് വിച്ച് ലീവ് റിമൈൻഡർ 1 ഓൺ ഡിവിഷൻ ബൈ 3. 3 കൊണ്ട് നാച്ചുറൽ നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ ആയി വരുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷനാണ് ചോദിച്ചിട്ടുള്ളത്. ഈ ടൈപ്പ് സീക്വൻസ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടെത്തി. ഏതായിരുന്നു? 1, 4, 7 എക്സെട്ര. ഓക്കെ, ഇതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്തണം. ഇവിടെ f എന്ന് പറയുന്നത് 1, കോമൺ ഡിഫറൻസ് 3. xn =
dn plus f minus d. That is 3 into n plus 1 minus 3. That is equal to 3n minus 2. x എന്ന് പറയുന്നത് 3n minus 2. ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ xn ഈക്വൽ ടു 3n minus 2. ഇവിടെ a എന്ന് പറയുന്നത് 3, b എന്ന് പറയുന്നത് -2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. The sequence of natural numbers ending in 1. 1ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതണം. ഏതാണ് ആ സീക്വൻസ് 1ൽ എൻഡ് ചെയ്യുന്നത്? 1, 11, 21 എക്സെട്ര. ഫസ്റ്റ് ടേം 1, കോമൺ ഡിഫറൻസ് 10. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ xn ഈക്വൽ ടു dn plus f minus d. That is 10 into n plus 1 minus 10. That is equal to xn equal to 10n minus 9. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 10n മൈനസ് 9. അടുത്ത ക്വസ്റ്റ്യൻ. The sequence of natural numbers ending in 1 or 6. ഒന്നുക്ക് 1ൽ എൻഡ് ചെയ്യണം അല്ലെങ്കിൽ 6ൽ എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ. ഇതിൻ്റെ സീക്വൻസ് നമ്മൾ ഇതിന് തൊട്ട് മുന്നുള്ള ക്ലാസ്സിൽ കണ്ടെത്തിയതാണ്. എന്തായിരുന്നു? 1, 6, 11 എക്സെട്ര. ഫസ്റ്റ് ടേം 1, കോമൺ ഡിഫറൻസ് 5. അങ്ങനെയാണെങ്കിൽ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് dn plus f minus d. That is 5 into n plus 1 minus 5. That is equal to xn equal to 5n minus 4. Second question. For the sequence of regular polygons starting with an equilateral triangle, write the algebraic expressions for the sequence of the sums of inner angles, sums of outer angles, the measures of an inner angle and the measures of an outer angle. Regular polygonsൻ്റെ സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എഴുതാനാണ് ചോദിച്ചിട്ടുള്ളത്, ബേസ്ഡ് ഓൺ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. പോളിഗൺസിൻ്റെ സം ഓഫ് ഇന്നർ ആംഗിൾസിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് എന്താണ്? 180, 360, 540 എക്സെട്ര. അതായത് ട്രയാങ്കിൾ 180 അല്ലേ. ഇന്നർ ആംഗിൾസിൻ്റെ സമ്മ് 180 ആണ്. സ്ക്വയർ ആണെങ്കിൽ 360, റെഗുലർ പെൻറ്റഗൺ ആണെങ്കിൽ 540. ഇതിൻ്റെ സീക്വൻസ് ഒക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം മാത്രമേ ഈ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പാടുള്ളൂ. എന്നാലേ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. ഓക്കെ, അവിടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 180, കോമൺ ഡിഫറൻസ് 360 മൈനസ് 180, ദാറ്റ് ഈസ് 180. ഓൾജിബ്രൈക് എക്സ്പ്രഷൻ dn plus f minus d, that is 180 into n plus 180 minus 180. That is xn equal to 180 n. അപ്പോൾ ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 180 n ആണ്. ഇവിടെ a ഈക്വൽ ടു 180. അങ്ങനെ നമുക്ക് b എന്ന് പറയുന്നത് എത്രയാണ് വാല്യൂ? ഇവിടെ ബീൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. നെക്സ്റ്റ് സം ഓഫ് ദി ഔട്ടർ ആംഗിൾസ്. ഔട്ടർ ആംഗിൾസിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? 360, 360 എക്സെട്ര. ഓക്കെ, ഫസ്റ്റ് ടേം 360, കോമൺ ഡിഫറൻസ് 0, ഓൾജിബ്രൈക് എക്സ്പ്രഷൻ dn plus f minus d. ഓക്കെ, അപ്പോൾ 0 into n plus 360 minus 0, xn equal to 360. ഇതിൻ്റെ ഓൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 360 ആണ്. നെക്സ്റ്റ് വൺ ഔട്ടർ ആംഗിൾ. വൺ ഔട്ടർ ആംഗിളിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് എന്തായിരുന്നു? ഔട്ടർ ആംഗിൾ എങ്ങനെ കണ്ടെത്തിയത്? നമുക്കറിയാം ടോട്ടൽ ഔട്ടർ ആംഗിളിൻ്റെ സമ്മ് എന്ന് പറയുന്നത് 360 ആണ്. അതിനെ നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ വൺ ഔട്ടർ ആംഗിൾ കിട്ടും. ദാറ്റ് ഈസ് 360/3, 360/4. പെൻറ്റഗൺ ആണെങ്കിൽ 360/5. അതിൻ്റെ സീക്വൻസ് 120, 90, 72 എക്സെട്ര. ഒരു ഡിഗ്രീസിങ് സീക്വൻസ് ആണ്.
ഫസ്റ്റ് ടേം 120 കോമൺ ഡിഫറൻസ് -30. അതായത് സെക്കൻഡ് ടേം ഇവിടെ 90 ആണ്, ഫസ്റ്റ് ടേം 120. അപ്പോൾ 90 - 120 ദാറ്റ് ഈസ് -30. ഇവിടെ ഒരു ഡിഗ്രീസിൻ സീക്വൻസ് ആയതുകൊണ്ടാണ് കോമൺ ഡിഫറൻസ് ഒരു നെഗറ്റീവ് നമ്പർ വന്നത്. ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് dn + f - d ദാറ്റ് ഈസ് -30 × n + 120 -30 that is equal to xn equal to -30 n + 120 -30. അല്ലെ, രണ്ട് മൈനസുകൾ ഒന്നിച്ച് വന്നാൽ എന്ത് ചെയ്യണം, നമ്പേഴ്സ് ആഡ് ചെയ്യണം. 120 + 30 that is xn equal to -30 n + 150. ഓക്കെ, നെക്സ്റ്റ് വൺ ഇന്നർ ആംഗിൾ. ഒരു ഇന്നർ ആംഗിളിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് എന്താ, 180/3, 360/4, 540/5. അതായത് ഇതിൻ്റെ ടോട്ടൽ ആംഗിളിന് നമ്പർ ഓഫ് സൈഡ്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. ഇതിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ് 60, 90, 108. ഓക്കെ, ഫസ്റ്റ് ടേം 60, കോമൺ ഡിഫറൻസ് 90 - 60 ദാറ്റ് ഈസ് 30. ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് dn + f - d ദാറ്റ് ഈസ് 30 n + 60 - 30 that is xn equal to 30 n + 30. അപ്പോൾ വൺ ഇന്നർ ആംഗിളിൻ്റെ ഓൾജിബ്രേക്ക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 30 n + 30 ആണ്. ഇവിടെ എ എന്ന് പറയുന്നത് 30, അതുപോലെ ബി എന്ന് പറയുന്നത് 30 ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. The first picture is got by removing the small triangle formed by joining the midpoints of an equilateral triangle. The second picture is got by removing such a middle triangle from each of the red triangles of the first picture. The third picture shows the same thing done on the second. ഫസ്റ്റ് എന്താ ഡിസ്ക്രൈബ് ചെയ്തത്, എങ്ങനെയാണ് ഈ ട്രയാങ്കിൾസ് ഫോം ചെയ്തെന്നുള്ളതാണ് ക്വസ്റ്റ്യനിൽ ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത്. ഒരു ഈക്വലാറ്റർ ട്രയാങ്കിളാണ് ഫസ്റ്റ് കാണുന്നത്. ആ ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഓരോ സൈഡിൻ്റെയും മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്തിട്ട് സെൻറ്ററിലൊരു ട്രയാങ്കിൾ ഫോം ചെയ്തു. ആ ട്രയാങ്കിളിനെ കട്ട് ചെയ്തു. അതാണ് അവിടെ ഹോളോ ആയിട്ട് കാണുന്നത്, വൈറ്റ് കളറിൽ കാണുന്നത്. ഓക്കെ, വീണ്ടും ആ ട്രയാങ്കിളിൻ്റെ ഓരോ ട്രയാങ്കിളിൻ്റെയും മിഡ് പോയിൻറ്റ്സ് കണക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാണ്, സെൻറ്ററിൽ ട്രയാങ്കിൾ ഫോം ചെയ്യുകയാണ്, അത് കട്ട് ചെയ്യുകയാണ്. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഹൗ മെനി റെഡ് ട്രയാങ്കിൾസ് ആർ ദർ ഇൻ ഈച്ച് പിക്ചർ? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഓരോ ട്രയാങ്കിളിലും എത്ര റെഡ് ട്രയാങ്കിൾസ് ആണ് ഉള്ളതെന്ന്. സിമ്പിളാണ് അല്ലേ, നമുക്ക് കൗണ്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ട്രയാങ്കിൾ എത്ര റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്, 3. സെക്കൻഡിലാണെങ്കിലോ 9. തേർഡിലാണെങ്കിലോ തേർഡിൽ 27 റെഡ് ട്രയാങ്കിൾസ് ആണ് കാണുന്നത്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ, ടേക്കിംഗ് ദി ഏരിയ ഓഫ് ദ ഒറിജിനൽ അൺകട്ട് ട്രയാങ്കിൾ ആസ് 1, കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. എന്താ പറഞ്ഞിട്ടുള്ളത്, ഫസ്റ്റ് ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ നമ്മൾ ആ സെൻറ്ററിൽ കട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഏരിയ, ആ ഈക്വലാറ്റർ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. അങ്ങനെയാണെങ്കിൽ കമ്പ്യൂട്ട് ദ ഏരിയ ഓഫ് എ സ്മോൾ ട്രയാങ്കിൾ ഇൻ ഈച്ച് പിക്ചർ. അങ്ങനെയാണെങ്കിൽ ഓരോ ട്രയാങ്കിളിൻ്റെയും ഏരിയ, ഓരോ ട്രയാങ്കിളിൻ്റെയും സ്മോൾ ട്രയാങ്കിളിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് കട്ട് ചെയ്യുന്നതിന് മുന്നേ ആ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. ഇനി കട്ട് ചെയ്യുമ്പോൾ അതിൽ കാണുന്ന ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ആണ് അല്ലേ. കട്ട് ചെയ്തതിന് ശേഷം ഇതിൽ 4 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. അപ്പോൾ അതിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/4 ആണ്. സെക്കൻഡ് ട്രയാങ്കിളിലാണെങ്കിൽ ടോട്ടൽ എത്ര ട്രയാങ്കിൾസ് ആണ് വരുന്നത്, 16 ട്രയാങ്കിൾസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 1/16 ആണ്. തേർഡ് ട്രയാങ്കിളിലാണെങ്കിൽ ടോട്ടൽ 64 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. അതായത് ആ റെഡും വൈറ്റിലും കാണാം, ടോട്ടൽ ട്രയാങ്കിൾസ് 64 ആണ്. അതിലൊരു ട്രയാങ്കിളിൻ്റെ ഏരിയ 1/64 ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു സീക്വൻസ് ഫോം ചെയ്തു. 1, 1/4, 1/16, 1/64.
തേർഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു? വാട്ട് ഈസ് ദ ടോട്ടൽ ഏരിയ ഓഫ് ഓൾ ദ റെഡ് ട്രയാങ്കിൾസ് ഇൻ ഈച്ച് പിക്ചർ? അങ്ങനെയാണെങ്കിൽ ഓരോ ട്രയാങ്കിളിലെയും റെഡ് ട്രയാങ്കിളിൻ്റെ മാത്രം ഏരിയ എന്താണ്? കട്ട് ചെയ്തിട്ട് ടോട്ടൽ ട്രയാങ്കിളിൻ്റെ ഏരിയയാണ് 1/4, 1/16, 1/64. അങ്ങനെയാണെങ്കിൽ കട്ട് ചെയ്തതിന് ശേഷമുള്ള റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? നമുക്കറിയാം ഫസ്റ്റ് പിക്ചറിൽ ടോട്ടൽ 4 ട്രയാങ്കിൾസ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ടോട്ടൽ റെഡ് ട്രയാങ്കിളിൻ്റെ ഏരിയ 3/4 ആണ്. കാരണം അതിൽ 3 റെഡ് ട്രയാങ്കിൾസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ 3/4. സെക്കൻഡിലാണെങ്കിൽ 9 റെഡ് ട്രയാങ്കിൾസ് ഉണ്ട്. ടോട്ടൽ 16 ട്രയാങ്കിൾസ് അതിൽ 9 റെഡ് ട്രയാങ്കിൾസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ 9/16. തേർഡിലാണെങ്കിൽ ടോട്ടൽ 64 ട്രയാങ്കിൾസ് ഉണ്ട്. ഇതിൽ 27 റെഡ് ട്രയാങ്കിൾസ് ആണുള്ളത്. അപ്പോൾ അതിൻ്റെ ഏരിയ 27/64. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ. റൈറ്റ് ദ ആൾജിബ്രൈക് എക്സ്പ്രഷൻസ് for these 3 sequences obtained by continuing this process. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്തു? 3 അരിത്മെറ്റിക് സീക്വൻസ് കിട്ടി. അതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്താനാണ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് അരിത്മെറ്റിക് സീക്വൻസ് എന്തായിരുന്നു? 3, 9, 27 എക്സെട്ര. ഓക്കെ, ഈ സീക്വൻസിനൊരു പ്രത്യേകത ഉണ്ട്. ഇത് അരിത്മെറ്റിക് സീക്വൻസ് ആണ്, പക്ഷെ ഇതിൻ്റെ കോമൺ ഡിഫറൻസ് ഈക്വൽ അല്ല. ഓക്കെ, അതായത് അഡ്ജസൻറ്റ് നമ്പേഴ്സിൻ്റെ ഡിഫറൻസ് ഈക്വൽ അല്ല. ക്ലിയർ? ഇതിൽ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 3 ആണ്, സെക്കൻഡ് ടേം 9 ആണ്. ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആവാൻ കാരണം കോമൺ ഡിഫറൻസ് ഡിഫറൻ്റ് ആണ് എങ്കിൽ പോലും ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആണ്. അതിന് കാരണം ഈ സീക്വൻസിൽ ഏത് ടേം ചോദിച്ചാലും നമുക്ക് കണ്ടെത്താൻ പറ്റും അല്ലേ? ഫസ്റ്റ് ടേം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 3 ആണ്. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 9 ആണ്. ഈ സെക്കൻഡ് ടേമിന് 9 നമുക്ക് എങ്ങനെ മാറ്റാം? 3 സ്ക്വയർ എന്ന് എഴുതാം. സെക്കൻഡ് ടേം വരുന്നത് 3 സ്ക്വയർ ആണ്. 9നെ 3 സ്ക്വയർ എന്നാണ്. 3 സ്ക്വയർ എന്ന് പറയുന്നത് 9നോട് ഈക്വൽ ആണ്, അതുകൊണ്ട് 3 സ്ക്വയർ. തേർഡ് ടേം എന്ന് പറയുന്നത് 27 ആണ്. ഇതിന് നമുക്ക് 3 ക്യൂബ് എന്ന് മാറ്റാം. ഓക്കെ, അപ്പോൾ ഇത് ഈ സീക്വൻസിലെ ഏത് ടേം ചോദിച്ചിട്ടുണ്ടെങ്കിലും കണ്ടെത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇതൊരു അരിത്മെറ്റിക് സീക്വൻസ് ആയിട്ട് മാറുന്നത്. ഇതിൽ ഫോർത്ത് ടേം ഏതാണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും വരിക? 3/4 ആയിരിക്കും. ഫിഫ്ത്ത് ടേം ഏതാ ചോദിച്ചാൽ 3/5 ആണ്. അങ്ങനെയാണെങ്കിൽ nth ടേം എന്തായിരിക്കും വരിക? 3/n. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 3/n ആണ്. സെക്കൻഡ് സീക്വൻസ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടെത്തിയത് 1, 1/4, 1/16, 1/64 എക്സെട്ര. ഓക്കെ, ഈ രൂപത്തിലാണ് സെക്കൻഡ് സീക്വൻസ് വരുന്നത്. ഇതിൽ ഫസ്റ്റ് നമ്പർ 1 ആണ്, ബാക്കിയൊക്കെ ഫ്രാക്ഷൻസ് ആണ് അല്ലേ? ഫസ്റ്റ് ഒരു നാച്ചുറൽ നമ്പറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്തുന്നതിന് മുന്നേ ഈ 1നെ എന്ത് ചെയ്യാം? 1/4ലേക്ക് കൺവേർട്ട് ചെയ്യാം. ഓക്കെ, 1നെ 1/4 അതായത് ഫ്രാക്ഷനിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതിനെന്ത് ചെയ്താൽ മതി? 1നെ 1/4 ഓൾ റേസ് ടു 0 എന്ന് കൊടുക്കാം. 1 = 1/4 ഓൾ റേസ് ടു 0. 1/4 എന്ന് കൊടുക്കാൻ കാരണം എന്താ? ഇതിൻ്റെ സെക്കൻഡ് ടേം 1/4 ആണ്. അപ്പോൾ അതേ രൂപത്തിലേക്ക് നമ്മൾ മാറ്റുകയാണ്. ഓക്കെ, അപ്പോൾ 1/4നെ 1/4 ഓൾ റേസ് ടു 0. 1/4 എന്ന് പറയുന്നത് നമുക്കറിയാം 1/0/4 ആണ് അല്ലേ? 1/0 എന്ന് വെച്ചാൽ അതിൻ്റെ വാല്യൂ എന്താ? 1. 4/0 എന്ന് വെച്ചാൽ 1. അപ്പോൾ 1 = 1/4 ഓൾ റേസ് ടു 0 എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ 1നെ x1 ഫസ്റ്റ് ടേമിനെ 1/4 ഓൾ റേസ് ടു 0 എന്ന് കൊടുത്തു. സെക്കൻഡ് ടേം എന്ന് പറയുന്നത് 1/4 ആണ്. ഇതിൻ്റെ പവർ 1 ആണെന്ന് നമുക്കറിയാം. x2 = 1/4 ഓൾ റേസ് ടു 1 ആണ്. ഇനി ഇതിലെ തേർഡ് ടേം നോക്കൂ, 1/16 ആണ്. ഈ 1/16 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം? 1/4 സ്ക്വയർ എന്ന് എഴുതാം അല്ലേ? 4 സ്ക്വയർ എന്ന് പറയുന്നത് 16നോട് ഈക്വൽ ആണ്. 4 സ്ക്വയർ എന്ന് വെച്ചാൽ 4 × 4 ആണ്, ദാറ്റ് ഈസ് 16. അപ്പോൾ 1/16നെ 1/4 ഓൾ സ്ക്വയർ എന്ന് കൊടുത്തു.
അപ്പോൾ തേർഡ് ടേം 1/4 ഹോൾ സ്ക്വയർ ആണ്. അങ്ങനെയാണെങ്കിൽ ഫോർത്ത് ടേം എന്തായിരിക്കും വരിക? 1/4 ഹോൾ റേസ് ടു 3 ആണ്. ഫിഫ്ത്ത് ടേം ആണെങ്കിലോ, അതായത് എക്സ് 5 ആണെങ്കിൽ എന്താ വരിക? 1/4 ഹോൾ റേസ് ടു 4 ആണ്. സിക്സ്ത് ടേം എക്സ് 6 ആണെങ്കിൽ എന്താ വരിക? 1/4 ഹോൾ റേസ് ടു 5 ആണ് വരിക. അങ്ങനെയാണെങ്കിൽ nth ടേം എന്താ വരിക? അതായത് ആൾജിബ്രൈക് എക്സ്പ്രഷൻ 1/4 ഹോൾ റേസ് ടു n-1. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്ന് പറയുന്നത് 1/4 ഹോൾ റേസ് ടു n-1. തേർഡ് സീക്വൻസ് എന്താ വന്നിരുന്നത്? 3/4, 9/16, 27/64 എക്സെട്ര. ഈ രൂപത്തിലാണ് തേർഡ് സീക്വൻസ് നമ്മൾ കണ്ടെത്തിയത്. ഓക്കെ, ഇതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്താ വരിക? അതായത് ഇവിടെ ന്യൂമറേറ്ററിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ നമ്മൾ കണ്ടെത്തി. 3, 9, 27 എന്ന് പറയുന്ന സീക്വൻസിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്തായിരുന്നു? 3n ആണ്. ഓക്കെ, അപ്പോൾ ആ വാല്യൂ അവിടെ കൊടുത്തു. സെപ്പറേറ്റ് ആയിട്ടാണ് ആൾജിബ്രൈക് എക്സ്പ്രഷൻ കണ്ടെത്തുന്നത്. ഫസ്റ്റ് ന്യൂമറേറ്ററിൻ്റെ കണ്ടെത്തി. നെക്സ്റ്റ് ഡിനോമിനേറ്റേഴ്സ് എന്താ വരുന്നത്? 4, 16, 64 എന്ന് പറഞ്ഞിട്ടോ. ഇതിൻ്റെ ആൾജിബ്രൈക് എക്സ്പ്രഷൻ എന്തായിരുന്നു? 4n ആണ്. അപ്പോൾ ന്യൂമറേറ്ററിൻ്റെ 3n, ഡിനോമിനേറ്ററിൻ്റെ 4n. ദാറ്റ് ഈസ് 3/4 ഹോൾ റേസ് ടു n. ഓക്കെ, അപ്പോൾ ഇതിലെ 3 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് നന്നായി മനസ്സിലായെന്ന്. Okay, dear students, it's time for us to wind up our class. If you like today's class, please subscribe and share. Okay, thank you.